സാർ, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും തോന്നലുണ്ട് ഈ PC ജോർജിനെ മനഃപൂർവ്വം ആടുകയാണോ എന്ന സംശയം. കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചാനൽ പരാമർശത്തിന് പിന്നാലെ ഈരാറ്റുപേട്ടയിൽ യൂത്ത് ലീഗ് പരാതി നൽകിയിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ മതവുമായി ബന്ധപ്പെട്ട ഒരു സദസ്സിലാണ്, അല്ലെ, ക്രൈസ്തവർ ഒരു സഭയിലെ ഒരു സദസ്സിലാണ് അദ്ദേഹം മറ്റൊരു പരാമർശം നടത്തിയത്. അതിനെതിരെയും ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ യൂത്ത് ലീഗ് പരാതി നൽകിയിരിക്കുകയാണ്. അവർക്കിനി PC ജോർജിന്റെ ഇത് മാത്രമേ ഉള്ളൂ, അത് PC ജോർജ് മാത്രമേ കേരളത്തിലെ ഒരു നേതാവായി യൂത്ത് ലീഗ് കാണുന്നുള്ളൂ? PC ജോർജിൻ്റെ വായ് കൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ്. ഇൻടോളറൻസിൻ്റെ, അതായത് അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ത്യൻ സമൂഹത്തിൽ ഒരിക്കലും കാണാത്ത അസഹിഷ്ണുത. ആരെല്ലാം എന്തെല്ലാം പറയുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞില്ലേ, ഗണപതി വെറും മിത്താണ്. അദ്ദേഹത്തിനോട് ആരെങ്കിലും ചോദിച്ചു ഗണപതി മിത്താണെന്ന്? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ രീതിയിലാണത് പറയുന്നത്. അതുപോലെ തന്നെ യൂത്ത് ലീഗിനെ കാസർഗോഡ് ഒരു പ്രകടനത്തിൽ വിളിച്ചിരുന്നു, ഈ അമ്പലനടയിൽ കെട്ടിത്തൂക്കും, അമ്പലനടയിൽ കെട്ടിത്തൂക്കും എന്നൊക്കെ പറഞ്ഞത് കർപ്പൂരവും കുന്തിരിക്കവും വെച്ചുകൊണ്ട് കാത്തിരുന്നു. പോപ്പുലർ ഫണ്ടിൻ്റെ ആൾക്കാർ പറഞ്ഞു 24 മണിക്കൂറിനകം ഞങ്ങൾ RSSകാരനെ കൊന്നിരിക്കും. കണ്ണൂരിൽ നിന്ന് പ്രഖ്യാപനം നടത്തി. അവർക്കെതിരെ എന്തെങ്കിലും നടപടികളുണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും പരാതി കൊടുക്കാൻ മെനക്കെട്ടിട്ടുണ്ടോ? അതുമില്ല, കിടന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞതുപോലെ അവരങ്ങനെ സഹിഷ്ണുത. ഇതാണ് സനാതന ധർമ്മവും അല്ലാത്ത സെമറ്റിക് ധർമ്മവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. PC ജോർജ് പറഞ്ഞ ഇതേ കാര്യം തന്നെ വിശുദ്ധ പിതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെ വേദന കൊണ്ട് പറയുന്ന, അല്ലാതെ ഏതെങ്കിലും മതത്തിനെതിരെ ഒരു ജിഹാദ് പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. അവർ ഈ സമുദായത്തെ വളരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ആ സമുദായത്തെ സ്നേഹിക്കുന്ന, അവരുടെ കുടുംബങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ആ കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള അപഭ്രംശങ്ങൾ ഉണ്ടാവുമ്പോൾ, ഛിദ്രങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിതാക്കന്മാരെല്ലാം തന്നെ, വികാരിമാരുൾപ്പെടെ. അപ്പോൾ അവരതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പ്രതികരിക്കും. അങ്ങനെ അവരുടെ കുടുംബത്തിൽ നിന്ന്, ഹിന്ദുക്കളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ നിന്നോ യാതൊരു വിധമായിട്ടുള്ള കുഴപ്പങ്ങളും ഉണ്ടാവുന്നില്ല. അങ്ങനെ അവർ ഉപദ്രവിക്കുന്നില്ല. കുടുംബങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരുടെ ജനസംഖ്യയിലും കുടുംബത്തിൻ്റെ ഭദ്രതയിലും സമാധാനത്തിലും സ്വസ്ഥതയിലുമൊക്കെ പുഴുക്കുത്തുകൾ വീഴ്ത്തുന്ന ചില ആളുകളുണ്ട്. അവർ അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു സമുദായത്തിനും ഇസ്ലാമിൻ്റെ ഉള്ളതുപോലെ വികാരം ക്രിസ്തു മതത്തിനും ഇല്ലേ? അത് ഉൾക്കൊള്ളണ്ടേ? അതിനല്ലേ സഹിഷ്ണുത എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു അനുതാപം എന്ന് പറയുന്നത്, കമ്പാഷൻ, അത് വേണ്ടേ? അപ്പോൾ അതിനെ അങ്ങനെ പറയുമ്പോൾ അതിനെതിരെ അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുത്തു. അവരുടെ പിന്നിലുള്ള കഠിനാധ്വാനം ഒരുപാട് പേര് സഹായിക്കാനുണ്ടാവും. യൂത്ത് ലീഗിൻ്റെ ഒരാൾ മാത്രമായിരിക്കില്ല അതിൻ്റെ പിന്നിലെന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ടായിരുന്നു. അവിടെ ഈരാറ്റുപേട്ടയിലെ കോടതിയിൽ നിന്ന് അങ്ങ് കൊണ്ടുപോയി സുപ്രീം കോടതി വരെ കൊണ്ടുപോകാനും വേണ്ടിയുള്ള ഒരു യത്നം അതിന് പിന്നിലുണ്ടായി. ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങ് ഇല്ലാതാക്കി കളയാനുള്ള, ഉന്മൂലനാശനം ചെയ്യാനുള്ള ഒരു തേജോവികാരം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അല്ല, അങ്ങനത്തെ ടീമുകൾക്ക് എന്തുകൊണ്ടായിരിക്കും PC ജോർജിനോട് ഒരു വൈരാഗ്യം? അത് കഴിഞ്ഞിട്ടും, അപ്പോൾ വായ് മൂടിക്കെട്ടാൻ വേണ്ടി ഒരു ശ്രമമായിരുന്നു അത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് അദ്ദേഹം അതല്ല പറഞ്ഞതെങ്കിലും വേറൊരു കാര്യം, ഇവരുടെ ഉള്ളിൽ കൊള്ളുന്ന, സത്യം പറയുമ്പോഴാണല്ലോ ഈ തുള്ളുന്നത്, അപ്പോൾ ആ ഉള്ളിൽ കൊള്ളുന്ന മറ്റൊരു സത്യം കൂടി പറഞ്ഞു. അതാണിപ്പോൾ അവരെ പ്രശ്നമാക്കിയിരിക്കുന്നത്. അതായത് ലവ് ജിഹാദിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് അവരുടെ സമുദായത്തെ അത് വേദനിപ്പിക്കുന്നത് കൊണ്ടാണത് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെന്ന് ഞാൻ കരുതുന്നില്ല. അവരൊന്നും വെറുതെ അങ്ങ് പറഞ്ഞ് ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നവരല്ല. RSSകാരല്ലല്ലോ. RSSകാരാണ് അങ്ങനെ സൃഷ്ടിക്കുന്നതെന്നാണ് പറയുന്നത്. ക്രിസ്തു സമുദായത്തിൽ RSSകാരില്ലല്ലോ. അങ്ങനെ ഒരു സംഘടനയും അവർക്കില്ല. ഏതെങ്കിലും ആക്രമണം നടത്തുന്ന, ആയുധ പരിശീലനം നടത്തുന്ന ഒരു സംഘടനയും അവർക്കില്ല. അവർ മര്യാദയ്ക്ക് അധ്വാനിച്ച് കഴിഞ്ഞു പോകുന്ന ഒരു ജനവിഭാഗമാണ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ ഒന്നും ഇടപെട്ടുകൊണ്ട് ഛിദ്രമുണ്ടാക്കാൻ ശ്രമിക്കാത്ത, സമാധാനമായിട്ട് ജീവിക്കുക, അധ്വാനിക്കുക, അതുപോലെ തന്നെ പള്ളിയിൽ പോവുക, സുഖിക്കുക, ആ കാര്യമുണ്ടവർക്ക്. അധ്വാനിച്ച് പണം കണ്ടെത്തിയത് കൊണ്ട് സുഖിക്കുക, അങ്ങനെ അങ്ങ് പോകുന്ന ആൾക്കാരാണവർ. അങ്ങനെ ഒരു സമുദായമാണ് പൊതുവേ ക്രിസ്ത്യാനികളെല്ലാം തന്നെ. വിവിധ സഭകളും അങ്ങനെ തന്നെയാണ്. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഈ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഒന്നാണ്. ഈ ഇവാഞ്ചലിസ്റ്റുകൾ എന്നും പറഞ്ഞ് അവർ നടത്തുന്ന കുഴപ്പങ്ങൾ അപലപിക്കുന്ന സംഘടനയാണ് കാത്തോലിക്ക സഭ. അങ്ങനെയൊന്നും ആൾ വേണ്ട കാത്തോലിക്ക സഭയ്ക്ക്. ആഗോളതലത്തിൽ നമ്പർ 1 ആണ് ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്നത്. ഇനി വേറെ ആളെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല അവർക്ക്. ക്രിമിനലുകളെ കൂട്ടേണ്ട കാര്യം ഇല്ല. നല്ല പാതയിലൂടെ അയൽക്കാരൻ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിച്ചുകൊണ്ട് സമരിയാക്കാരനെ പോലെ
ജീവിക്കുക എന്നുള്ളതാണ്. ഗോഡ് ഈസ് ലവ് എന്നുള്ള ഒരു തത്വമായിട്ട് പോകുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഉള്ള കടന്നുകയറ്റം ആ സമുദായത്തിലേക്ക് ഉണ്ടായിരിക്കുന്നു. വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പുറത്തു പറയാൻ അവർക്ക് നാണക്കേടാണ്. പുറത്തു പറഞ്ഞാൽ ഇത് നാണക്കേടാണ്, അതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ടാണ് ഇത് കേസുകളായിട്ട് വരാത്തത്. മറിച്ച് PC ജോർജിൻ്റെ നാവിലൂടെ ഇത് പുറത്തു വന്നു. ഏതെങ്കിലും സമുദായത്തെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, സ്വന്തം സമുദായത്തിൻ്റെ വേദന കൊണ്ട് പറയുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. എനിക്കങ്ങനെ അനുഭവം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇന്ത്യ കേസാണ്. മിണ്ടിയാൽ ഉടനെ ഇദ്ദേഹത്തിൻ്റെ പുറകെ നാവടയ്ക്കാൻ വേണ്ടിയിട്ട് കേസുമായിട്ട് നടക്കുകയാണ്. അതൊരു തരം കേസ് ജിഹാദാണെന്ന് എനിക്ക് തോന്നുന്നു. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അതിനെല്ലാം കേസ്. ചില കേസുകളിലൊക്കെ ശിക്ഷിക്കപ്പെടാമെന്നേ കോടതി, മതവികാരം വ്രണപ്പെടുത്തിയെന്നും പറഞ്ഞ്. അതേസമയം ഈ സ്പീക്കർക്കെതിരെ എന്തെങ്കിലും കേസുണ്ടായോ? ഗണപതി മിത്താണെന്ന് പറഞ്ഞ് എന്തെങ്കിലും കേസുണ്ടായോ? ഇപ്പോൾ തുഷാർ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയെ കൊന്നത് RSS ആണെന്ന് ആവർത്തിച്ചെന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നത്. ഇദ്ദേഹം ഞാൻ മാപ്പ് പറയത്തില്ല എന്നൊരു പിടിവാശിയാണ്. ഈ കേരളത്തിൽ എല്ലാത്തിനും നമ്മുടെ ഭരണഘടനയ്ക്ക് അപ്പുറമുള്ള ചില ലൈസൻസുകൾ, സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കോടതിയെ ബഹുമാനിക്കത്തില്ല എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ കാര്യമായിട്ട് ചിലർ കരുതുന്നു. ഉദാഹരണത്തിന് അയോധ്യ കേസിൽ വളരെയധികം ചർച്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും സമവായങ്ങൾക്കും എല്ലാം ശേഷം സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ അവിടെ ഒരു CPM നേതാവ് പറഞ്ഞാൽ ഈ കോടതിയിൽ നിന്ന് വേറൊരു വിധി വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? കോടതി അത്ര ബഹുമാനമാണ് ഇവർക്ക്, ഭരണഘടന അത്ര ബഹുമാനമാണ് ഇവർക്ക് എന്നാണ് പറഞ്ഞത്. അതേസമയം ബാബറി മസ്ജിദിനെതിരെ കോടതി വന്നപ്പോൾ ഞാൻ കേട്ടതാണ് EK നയനാർ അവിടെ നിന്ന് കോടതിക്ക് വിധി വന്നു, അവരെ അറസ്റ്റ് ചെയ്യും, LK അദ്വാനിയൊക്കെ ഇപ്പോൾ ജയിലിൽ പോവും, കല്യാൺ സിംഗ് ജയിലിൽ പോവും. ഇരട്ടത്താപ്പല്ലേ അത്? ആ വിധി പുറപ്പെടുവിച്ച ഇന്ദിരാഗാന്ധിയുടെ റായ് ബറേലിയിലെ വിജയം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ ആ കോടതി തന്നെയാണ് ഇപ്പോഴുമുള്ള ഇന്ത്യൻ കോടതി, നീതിന്യായ വ്യവസ്ഥ, ആ പരമോന്നത കോടതി. അത്തരം ഒരു കോടതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ കോടതിയാണ് ഇവർ അപലപിക്കുന്നത്. ഈ കോടതി തന്നെയാണ് PC ജോർജിനെ ജയിലിലിടാൻ വേണ്ടി പറഞ്ഞത്, ജാമ്യം നിഷേധിച്ചത്. ഇപ്പോൾ ഈ കോടതിയുടെ പിന്നാലെ ഇങ്ങനെ കേസുകളുടെ കെട്ടുമായിട്ട് വന്ധ്യവയോധികനായ PC ജോർജിനെ പൂട്ടുക എന്നുള്ള പ്രതികാരബുദ്ധിയുടെയും അസഹിഷ്ണുതയും, അദ്ദേഹം നിന്നെക്കൊണ്ട് സംസാരിപ്പിക്കില്ല എന്നുള്ള ഒരു തീവ്ര ശപഥമെടുത്തുകൊണ്ട് നടക്കുകയാണ് ചില സംഘടനകൾ. ഒന്ന് വിട്ടുകൂടെ? നിങ്ങളുടെ ആൾക്കാർ കണ്ണൂരിൽ നിന്നും ചെന്ന് ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ടാൽ മതി. അല്ലെങ്കിൽ ഒന്നും വേണ്ട, വീഡിയോയിലിട്ടിരിക്കുന്ന ഹിന്ദുവിരുദ്ധമായിട്ടുള്ള എത്ര പ്രസ്താവനകളാണ് ഹിന്ദുവിനെ അവഹേളിക്കുന്ന തരത്തിൽ. നമ്മുടെ നാട്ടുകാർക്കാർക്കും ഒരു കുഴപ്പവും ചെയ്യാതെ ഉത്തരേന്ത്യയിലെ കുംഭമേളയിൽ കൗപീനധാരികളായിട്ട് വന്ന നാഗസന്യാസിമാരെക്കുറിച്ച് എന്തെല്ലാം അവഹേളനങ്ങളാണ്. ഒരു മതവിഭാഗത്തെ തീവ്രമായിട്ടുള്ള മുറിവുകളാൽ, പണ്ട് നിങ്ങൾ മുറിവുകൾ നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ വിഭജിച്ചു, ആ സമുദായത്തെ തന്നെ വീണ്ടും വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവങ്ങളും ട്രോളുകളും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞത്. എന്നിട്ട് ഒരു PC ജോർജ് ഇവിടുത്തെ പിതാക്കന്മാരുടെ എന്ന് പറഞ്ഞാൽ വിശുദ്ധ പിതാക്കന്മാരുടെ, പള്ളി വികാരിമാരുടെയും വൈദികരുടെയും ഒക്കെ വികാരം നേരത്തെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വികാരം ഒന്ന് പ്രകടിപ്പിച്ചപ്പോൾ അതിനെതിരെ കേസുമായിട്ടേ വരുന്നുള്ളൂ. പണ്ട് പള്ളിയിൽ പാലായ ബിഷപ്പ് ഇതിനെതിരെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പള്ളിയിലേക്കും വീട്ടിലേക്കും വലിയ 3000 പേരോളം പേര് ചേർന്ന് സംഘടനാത്മകമായിട്ടുള്ള ഒരു ജാഥയാണ് നയിച്ചത്. അക്രമാസക്തമായിട്ടുള്ളൊരു ജാഥയാണ് നയിച്ചു വരുത്തിയത്. പണ്ട് മാതൃഭൂമി പത്രത്തിൽ എന്തോ ഒരു വാർത്ത ഓൺലൈനിൽ വന്നപ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് തടിച്ചുകൂടി. ഇതിൻ്റെ പേരല്ലേ സഹിഷ്ണുത, ബഹുസ്വരത, സമാധാനം. ഒരു തുഷാർ ഗാന്ധിക്കും ആ കാര്യത്തിലൊന്നും ഒരു പരാതിയുമില്ലല്ലോ. ഡെക്കാൻ ഹെറാൾഡ് എന്ന് പറയുന്ന പത്രത്തിൽ 3 പത്രപ്രവർത്തകരെ ഓഫീസിനകത്ത് കയറി വധിച്ചത് അത് മഹത്തായ സഹിഷ്ണുതയാണ്. നമ്മൾ പണ്ട് അദ്ദേഹം ഈ തുഷാർ ഗാന്ധി ഒരു സ്ഥലത്ത് ഇങ്ങനെ 10 വോട്ട് നേടാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ജനങ്ങളും പരിഗണിക്കുന്നില്ല. അദ്ദേഹം ഈ പേര് ഗാന്ധി എന്നുള്ള പേര് അവസാനം വെച്ചുകൊണ്ട് ഗാന്ധിയെ നെഹ്റു കുടുംബം അടിച്ചു മാറ്റി. അതെ, അവഹേളിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും പറഞ്ഞാണ് ഈ മതപരിവർത്തനം. അത് നിൻ്റെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുക്കലേക്ക് നമുക്കെന്താ മതം മാറിയാൽ ശരിയാ, നല്ലതാ, മാറിക്കോ. അപ്പം നിൻ്റെ അമ്മയും കൂടെ കൂട്ടത്തിൽ മാറ്റിക്കും.
എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. സനാതനമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ആ ഒരു വലിയ ഒരു ഘോഷണമാണ് അവിടെ കേട്ടത്. അതാണ് യഥാർത്ഥ ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തെ ഇങ്ങനെ യുക്തിവാദിയായിട്ടും CPM-കാരനുമായിട്ടും ഒക്കെ ശ്രമിക്കാൻ വേണ്ടി ഈ തുഷാർ ഗാന്ധിയൊക്കെ വളരെ പാടുപെടുന്നുണ്ട്. അത് വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ, വിജയീ ഭവ എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.